നിങ്ങൾക്കറിയാം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും സംഭവം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ ഒരു മജൂസി, അബൂൽ ഉലത്ത് എന്ന് പറയുന്ന മജൂസി സുബ്ഹി നിസ്കരിച്ചു കൊണ്ടിരിക്കെ പുറകിൽ നിന്ന് കുത്തി എന്ത് ചെയ്യാണ്, വയർ പൊളിക്കുക. വിഷം പുരട്ടിയ അങ്ങേയറ്റ മൂർച്ചയുള്ള ഒരു കത്തി കൊണ്ട് പുറകിൽ നിന്ന് കുത്തി വയർ പൊളിഞ്ഞ് മാലയൊക്കെ പുറത്തേക്ക് ചാടി മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് മരണശൈലി കിടക്കുക. ചികിത്സിക്കാൻ വന്നവരൊക്കെ പറഞ്ഞു ഇതൊരിക്കലും ചികിത്സിക്കാൻ കഴിയില്ല, ഈ മുറി ഒരിക്കലും കൂട്ടി ശരിയാക്കി മാറ്റി ഭേദമാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. എല്ലാവരും കൈയൊഴിഞ്ഞു, മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കിടക്കുക ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ മരിക്കാൻ പോവാണ്, ഞാനിനി മരിക്കാൻ കുറച്ച് സമയം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അദ്ദേഹം പ്രധാനപ്പെട്ട ഓരോ വസീയത്തുകൾ മുഅ്മിനുകൾക്കും മക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ വേണ്ട പ്രധാനപ്പെട്ട വസീയത്തുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായ ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ആളയക്കാം. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ മുനാഫിക്കുകളെ സംബന്ധിച്ച് അള്ളാഹു വഹി അവതരിപ്പിച്ചപ്പോൾ അവരുടെ പേരുകൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അദ്ദേഹത്തിന് മാത്രമേ ആരൊക്കെയാണ് മുനാഫിക്കുകൾ അതുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ അത് ആരൊക്കെയാണെന്ന് പേരെടുത്ത് അറിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഹുദൈഫ റളിയല്ലാഹു അൻഹു മാത്രമേ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ആളയക്കുന്നത് എന്തിനാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മുനാഫിക്കുകളുടെ പേര് പറഞ്ഞ കൂട്ടത്തിൽ ഈ ഉമറിന്റെ പേരുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ അള്ളാഹുവിനെ മുൻനിർത്തി ചോദിച്ചുകൊണ്ട് മാത്രം അദ്ദേഹം എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഇല്ല. എന്നിട്ട് അദ്ദേഹം പറയും ഇനി ആർക്കും ഞാൻ എന്ത് ചെയ്യില്ല, ഉമറിന് ശേഷം ഇനി ആർക്കും ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കുകയില്ല എന്ന് അദ്ദേഹം പറയും. അല്ലെ, അവരുടെ അവസ്ഥയ്ക്ക് നേരെ ഓപ്പോസിറ്റ് നമ്മുടെ അവസ്ഥ. അവർ പഠിച്ചത്ര തൗഹീദ് പഠിച്ചിട്ടില്ല, അവർ പഠിച്ചത്ര കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ നമ്മളെ സംബന്ധിച്ച് സെക്യൂർ ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി, ഒന്നും എനിക്കിനി ഒന്നും ബാധിക്കൂല, എനിക്കിനി ശിർക്ക് ബാധിക്കൂല, എനിക്കിനി എന്റെ ജീവിതത്തിൽ കുഫർ സംഭവിക്കൂല, എനിക്ക് നിഫാഖ് ബാധിക്കൂല, നമ്മൾ വളരെ സേഫ് സോണിൽ നിൽക്കുന്ന പോലെ. ഇത് അപകട സൂചനയാണ്. നമുക്ക് അങ്ങനത്തെ സേഫ് സോണ്, നമ്മൾ അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിലാണെങ്കിൽ നമ്മളപ്പോൾ നിൽക്കുന്നത് അപകടത്തിലാണെന്നുള്ള അറിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അടയാളം. നമ്മൾ അവരെ പോലാകണം. പരമാവധി പെർഫെക്റ്റ് ആകുന്നതിനനുസരിച്ച് പേടി കൂടിക്കൊണ്ടേയിരിക്കും. പരമാവധി വീക്കായിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ നിർഭയത്വം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും.